നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുക്കാൻ ഉപയോഗിക്കുന്ന പദം, നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിൽ ആകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാനവിടെ എടുക്കാൻ പോകുന്ന പദം ദൈവത്തിൻ്റെ സത്യകൃപ, ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് താൻ എഴുതിയതിൻ്റെ കാരണം അവിടെ അവസാന അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ സത്യകൃപയാണ്, ഈ സത്യകൃപയിൽ നിങ്ങൾ നിലനിൽന്നുകൊള്ളണം. എന്നിട്ട് 2 പത്രോസ് 2 പീറ്റർ 2 പത്രോസ് അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, 2 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സസ് 18, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കൃപയിലും നമ്മുടെ കർത്താവുമായ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പോൾ 1 പത്രോസിൻ്റെ കത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സത്യകൃപയിൽ നിൽക്കണം എന്നാണെങ്കിൽ, 2 പത്രോസ് എഴുതിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സത്യകൃപയിൽ വളരണം. അപ്പോൾ സത്യകൃപയിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതലിന് സത്യകൃപയിൽ വളരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്താ ഈ കൃപയിൽ വളരുകേൻ്റെ അർത്ഥം? എന്താ ഈ കൃപയിൽ വളരുകേൻ്റെ അർത്ഥം? 2 പത്രോസ് 1-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ള അർത്ഥമാണ് പത്രോസ് അവിടെ കൃപയിൽ വളരുക എന്ന് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പോലെ ആകുക, അതാണ് കൃപയിൽ വളരുകേൻ്റെ അർത്ഥം. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക, പാർട്ടിസിപ്പേറ്റ് ഇൻ ഹിസ് ഡിവൈൻ നേച്ചർ. അപ്പം സത്യകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ യേശുക്രിസ്തുവിനെ പോലെ അനുദിനം രൂപാന്തരപ്പെടുവാൻ കഴിയുകയുള്ളൂ. അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമുക്ക് പങ്കാളികളാകാൻ തീരുകയുള്ളൂ. അതാണ് കൃപയിൽ വളരുകേൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ചിന്ത, പത്രോസ് ലേഖനം എഴുതിയപ്പോൾ എന്തുകൊണ്ടാണ് സത്യകൃപ എന്ന് വിളിച്ചത്? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ എന്നങ്ങ് എഴുതി അങ്ങ് വിട്ടില്ല? എന്തുകൊണ്ടാണ് ആ സത്യം എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കണം, യാഥാർത്ഥ്യം എവിടെയുണ്ടോ, എവിടെ ഒറിജിനൽ ഉണ്ടോ, അവിടെ അതിനെ പോലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അപ്പം യഥാർത്ഥ കൃപയുണ്ട്, യഥാർത്ഥമല്ലാത്ത സത്യമല്ലാത്ത കൃപയുമുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആദ്യത്തെ ലക്ഷണം ഭൂകമ്പം ഉണ്ടാകുമെന്നും അങ്ങനെ ലോകരാഷ്ട്രങ്ങളൊക്കെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആദ്യത്തെ ലക്ഷണം അതൊന്നുമല്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നിങ്ങളെ ആരും വഞ്ചിക്കരുത്. അപ്പോൾ യേശു ക്രിസ്തു വരുന്നതിൻ്റെ ആദ്യത്തെ പ്രഥമ ദൃഷ്ടിയാലുള്ള അടയാളം അനേകർ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും ആദ്യത്തെ അടയാളം. നിങ്ങളെ ആരും വഞ്ചിക്കരുത്. ആരോടായി പറയുന്നത്? ശിഷ്യന്മാരോടായി പറയുന്നത്, സഭയോടായി പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തോടായി പറയുന്നത്, നിങ്ങളെ ആരും വഞ്ചിക്കരുതെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ഉണർവ് നടക്കട്ടെ. എന്നാൽ ദൈവവചനം സൂക്ഷ്മമായി പഠിക്കുന്നൊരു ദൈവവൈതൽ അറിയാം, അനേകർ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസം തണുത്തു പോകാൻ സാധ്യതയുണ്ട്. സ്നേഹം തണുത്തു പോകാൻ സാധ്യതയുണ്ട്. പഥ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്കാതെ കർണരസകരമായിരിക്കുന്ന, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ, അതിനാമേൻ പറയുവാൻ അനേകർ എഴുന്നേൽക്കും. വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇവർ തന്നെ ഉപദേഷ്ടാക്കന്മാരെ പണിതെടുക്കും. അവർ തന്നെ ടീച്ചേഴ്സിനെയൊക്കെ ഉണ്ടാക്കി വെക്കും. അവർ ഇഷ്ടത്തിനനുസരിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരും, അവർ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന പ്രാസംഗികരും, അവർ ഇഷ്ടത്തിനനുസരിച്ച് ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ രംഗത്ത് വരും.
രംഗത്ത് വരും. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടില്ലേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, മനുഷ്യപുത്രൻ വരുമ്പോൾ ലോകത്ത് വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഉണർവ് വരും, നടക്കട്ടെ, അതിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷെ ഈ ഒരു കാര്യം കൂടെ നടക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അനേകർ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്ത് യഥാർത്ഥ കൃപയിൽ നിൽക്കുവാൻ, ആ കൃപയിൽ വളരുവാൻ കർത്താവ് നമ്മളെ എല്ലാവരും ബലപ്പെടുത്തുമാറാകട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഈ ദൈവത്തിൻ്റെ കൃപയുടെ ഡെഫിനേഷൻ ഒന്നും തരാനല്ല ഞാൻ സത്യം പറഞ്ഞ ഇതെല്ലാം തുടങ്ങിയത്. ദൈവത്തിൻ്റെ കൃപയുടെ ഡെഫിനിഷൻ നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയെന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃപയെന്ന് വിളിക്കുന്നത്. അതിനെ വർണ്ണിക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കൃപയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എന്തിനാ എന്നെ സ്നേഹിച്ചതെന്ന് അതിന് മറുപടി ആർക്കും ഇവിടെ പറയാനില്ല. എന്തിനാ എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ മറുപടി നമുക്ക് പറയാനില്ല. നമ്മൾ ഒറ്റ വാക്കിൽ പറയും കൃപ. പക്ഷെ എന്താ കൃപ? അതിന് ഡെഫിനിഷൻ പറയാനില്ല. പക്ഷെ ചില സൂചനകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് പ്രാരംഭമായി ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ചിന്തകളും ശരിയായ വീക്ഷണമില്ലാത്തതാണ് ഈ യഥാർത്ഥ കൃപയിൽ നിന്ന് വ്യക്തികൾ വ്യതിചലിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണം ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടാൽ അവിടുന്ന് ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് അവർ വ്യതിചലിക്കാനിടയായിത്തീരും. റോമാലേഖനം 1:18 മുതൽ നിന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സത്യം അവരറിഞ്ഞിട്ട്, ദൈവത്തിൻ്റെ ശക്തി അവർ ഗ്രഹിച്ചിട്ട് അവനെ മഹത്വീകരിക്കാതെ എന്ത് ചെയ്തു? അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ദൈവം എന്ന് വിളിച്ചു. കണ്ടോ? അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു വീക്ഷണം, ദൈവത്തിൽ നിന്ന് വിഷൻ മാറിയാൽ ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് നാം വ്യതിചലിക്കുവാനിടയായിത്തീരും. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സത്യകൃപ മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവം ആരാണ്? ഹൂ ഇസ് ദിസ് ഗോഡ്? ഈ ദൈവത്തെക്കുറിച്ച് പുതിയ നിയമം അല്ലെങ്കിൽ ബൈബിൾ എന്താണ് ഈ ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ആദ്യമേ ഞാൻ ഈ കൃപയുടെ കാര്യം, ദൈവം എന്നുള്ള വിഷയത്തിലേക്ക് ശരിയായ വിഷൻ നമുക്ക് വന്നെങ്കിൽ മാത്രമേ നാം ആ സത്യകൃപയിൽ നിലനിൽക്കാനിടയായി തീരുകയുള്ളൂ. ഞാൻ വേദപുസ്തകം പഠിക്കുന്ന സ്റ്റുഡൻസ്, പഠിക്കുന്ന വ്യക്തികളോട് ഞാനൊരു കാര്യം പറയാം. 1 പത്രോസിൻ്റെ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ, ഓരോരോ വാക്യം വായിക്കുമ്പോൾ ഇതാകുന്നു ദൈവത്തിൻ്റെ സത്യകൃപയൊന്ന് പറഞ്ഞൊന്ന് വായിച്ചു നോക്കിക്കേ. 5 അധ്യായം കഴിയുമ്പോൾ വ്യാജമായിരിക്കുന്ന കൃപയിൽ നിന്ന് വെളിയിൽ വരുവാൻ കർത്താവിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തും. കർത്താവിൻ്റെ വചനം നമുക്ക് വെളിച്ചം തരും ആ യഥാർത്ഥ കൃപയെ മനസ്സിലാക്കുവാൻ. അപ്പോൾ അതിനുവേണ്ടി എഴുതിയിരിക്കുന്നത് യഥാർത്ഥ കൃപയാണ് കാണിച്ചിരിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. ഒരാളതൊന്ന് വായിച്ചു തരണമേ. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അബ്രഹാമിനെ കുറിച്ച് നമുക്ക് മനോഹരമായ പേരുകളൊക്കെ ഉണ്ടല്ലേ. വിശ്വാസികളുടെ പിതാവെന്നും ഫാദർ ഓഫ് നേഷൻസ് എന്നൊക്കെ മനോഹരമായ പേരുകളൊക്കെ അബ്രഹാമിനെ കുറിച്ച് വിളിക്കുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കപ്പെടാത്തൊരു പേര് പൗലോസ് വിളിക്കുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ചാട്ടെ. പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെടുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്ന കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ മതി. ആ വാക്യം ശ്രദ്ധിച്ചായിരുന്നോ? അബ്രഹാം പിതാവ് ജഡപ്രകാരം എന്താ പ്രാപിച്ചേ? മിക്കവാറും പേരും പറയാൻ ആഗ്രഹിക്കുന്നത് ജഡപ്രകാരം താൻ കണ്ടെത്തിയ കാര്യം തൻ്റെ ജഡത്തിൽ ഒരു മകൻ ഉണ്ടാകാൻ കഴിയത്തില്ല, തൻ്റെ ജഡത്തിലെ ബലഹീനതയാണ് താൻ ആദ്യം കണ്ടതെന്ന് മിക്കവാറും ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ റോമാലേഖനം ശരിക്കും വായിച്ചാൽ ശരീരത്തിലെ ബലഹീനത പിന്നാണ് താൻ ഗ്രഹിച്ചത്. താൻ ആദ്യം ഗ്രഹിച്ചത് ഈ തേജോമനായ ദൈവത്തെ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട്
പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, എൻ്റെ ജഡത്തിൽ അങ്ങനെ ഒരു നന്മയില്ല എന്നാണ് താൻ ആദ്യം ഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ബലഹീനത പിന്നെ എഴുതിയിട്ട് ആദ്യം പൗലോസ് നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നോക്കിക്കേ, നിങ്ങളുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ ശരീരത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഈ തേജോവനായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു നന്മയും ഇല്ല എന്ന് ഗ്രഹിച്ച് ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് തന്നെ നീതീകരിച്ചത്. അപ്പോൾ ശരീരത്തിലെ ബലഹീനത പിന്നാ കണ്ടത്. ആദ്യം കണ്ടത് തൻ്റെ ജീവിതത്തിൽ ഈ ദൈവം തന്നെ നീതീകരിച്ചില്ല എങ്കിൽ തനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. കർത്താവ് കടഭാരം മാറ്റിയിരിക്കാം, കർത്താവ് രോഗസൗഖ്യം നടത്തിയിരിക്കാം, കർത്താവ് വിഷയങ്ങൾക്കെല്ലാം വിശാലത കൊണ്ടുവന്നിരിക്കാം. ഇതെല്ലാം കേവലം രക്ഷയ്ക്ക് വരുവാനുള്ള മുഖാന്തരം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ കാരണം എന്താണെന്നറിയാമോ? എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും കഴിയത്തില്ല എന്നുള്ള കാര്യം ഗ്രഹിച്ചതല്ലേ നാം രക്ഷിക്കപ്പെടുവാനുള്ള ഏക കാരണം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാം ഗ്രഹിച്ചതുപോലെ നമ്മളും ഒരു ദിവസം ഗ്രഹിച്ചു. പത്രോസ് ഗ്രഹിച്ചതുപോലെ മീൻകൂട്ടത്തെ കണ്ടപ്പോൾ പത്രോസ് എന്താ ചെയ്തത്? യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് എന്താ പറയുന്നത്? എന്നെ വിട്ട് കടന്നുപോ, ഞാനൊരു പാപിയായ മനുഷ്യൻ. ഇന്ന് പത്രോസിനോട് സാക്ഷ്യം എഴുന്നേറ്റ് പറയാൻ പറഞ്ഞാൽ പത്രോസ് ഇങ്ങനെ പറയത്തില്ല, എൻ്റെ പടക് കാലിയായിരുന്നപ്പോൾ യേശു എൻ്റെ പടകിൽ വന്ന് നിറച്ചത് കൊണ്ടാ ഞാൻ യേശുവിൻ്റെ ശിഷ്യനായത്, ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നല്ല പത്രോസ് പറയാൻ പോകുന്നത്. പത്രോസ് പറയും, അതൊക്കെ ഒരു മുഖാന്തരമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടാനുള്ള ഏക കാരണം ഞാൻ പാപിയാണെന്ന് ഗ്രഹിച്ചത് കൊണ്ടാണ്. എനിക്ക് യേശു എന്നെ നീതീകരിച്ചില്ല എങ്കിൽ എനിക്ക് നീതീകരണമില്ല എന്ന് ഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യേശുവിന്റെ ശിഷ്യനായി രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. പ്രിയ ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. രോഗസൗഖ്യം ഒരു മുഖാന്തരമാണ്, കടഭാരം നീക്കുന്നത് ഒരു മുഖാന്തരമാണ്, അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം യേശു കൊണ്ടുവരും, അതെല്ലാം ഒരു മുഖാന്തരമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ഏക കാരണം എൻ്റെ പ്രവൃത്തിയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ അത്രേ ഞാൻ രക്ഷിക്കപ്പെടും എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തരുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. ആ വാക്യം അവിടെ ശ്രദ്ധിച്ചോ? അബ്രഹാമിന് പൗലോസ് കൊടുക്കുന്ന വാക്യം, അഭക്തനെ നീതീകരിക്കുന്ന, വിശ്വാസികളുടെ പിതാവെന്നും ഫാദർ ഓഫ് നേഷൻസ് എന്നൊക്കെ നല്ല മനോഹരമായ പേര് കൊടുക്കുന്ന അബ്രഹാമിന് പൗലോസ് കൊടുക്കുന്ന പേരാണ് അഭക്തൻ. അഭക്തനെ, അതെ, അഭക്തനെ നീതീകരിക്കുന്ന വിഷയത്തിനെയാണ് കൃപ എന്ന് വിളിക്കുന്നത്. കൃപയുടെ ഡെഫിനിഷൻ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ, എനിക്കൊരു സൂചന തരാം. അഭക്തനെ നീതീകരിക്കുന്ന കാര്യമാണ് കൃപ. ഏത് കോർട്ടിൽ നടക്കും ഈ കാര്യം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരഭക്തൻ ഒരു ക്രിമിനലിനെ കോർട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ആ കോർട്ടിൽ അവന് ശിക്ഷയും കൊടുക്കണം, അതേ കോർട്ടിൽ അതേ ജഡ്ജി അവനെ നീതീകരിക്കുകയും ചെയ്യണം. ഏത് കോർട്ടിൽ നടക്കും? ലോകത്തിൽ ഏതെങ്കിലും ഒരു കോർട്ടിൽ നടക്കുമോ? നടക്കത്തില്ല. ഒരേ സ്ഥലത്ത് ഒരേ ആള് നീതീകരിക്കുകയും അവന് ശിക്ഷയും കൊടുക്കുകയും പറ്റത്തില്ല. പക്ഷെ നടന്ന ഒരിടമുണ്ട്. ഏതാണെന്നറിയാമോ? കാൽവറി ക്രൂശിൽ ആ ഒരേ കാര്യം ഒരാൾ ചെയ്തു. എൻ്റെ പകരക്കാരനായി യേശു ചെന്നിട്ട് എനിക്ക് ലഭിക്കേണ്ടത് യേശു വഹിച്ചിട്ട് എനിക്ക് ലഭിക്കേണ്ടാത്തതായ, എനിക്കിത് അർഹതയില്ലാത്തതായ നീതീകരണം ലഭിച്ചു. ഇതത്രേ ദൈവത്തിൻ്റെ കൃപ. ആ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രവർത്തിയാലല്ല, അത് വിശ്വാസത്താലാണ് നാം എല്ലാവരും പ്രാപിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കൃപയുടെ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. നമ്മളെ രക്ഷിക്കുന്ന കൃപ മാത്രമല്ല കേട്ടോ, അതാണ് എനിക്ക് നിങ്ങളെ കാണിക്കുവാനുള്ളത്. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് അതൊന്ന് വായിച്ച്, ദൈവദാസൻ വായിച്ചതൊന്ന് സഹായിക്കണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും
ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ രക്ഷിക്കുന്ന കൃപ മാത്രമല്ല, ശിക്ഷിച്ച് വളർത്തുന്ന കൃപയും കൂടാ. ആ കാര്യം മനസ്സിലാക്കണം. അർഹതപ്പെടാത്ത സ്ഥാനത്ത് എനിക്ക് കർത്താവ് എന്നിൽ കൃപ പകർന്നു, നല്ല കാര്യം, അതൊരു വശമേ ഉള്ളൂ. ഈ രക്ഷിച്ച ഇതേ കൃപ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ച് അനുദിനം വളർത്തുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഗ്രേസ് ദാറ്റ് സേവ്സ് യു ഓൾസോ ടീച്ചസ് യു. നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും, നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല കൃപ, പാപം ചെയ്യാതിരിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയാ കൃപ. മനസ്സിലാകുന്നുണ്ടോ? അഭക്തനെ നീതീകരിച്ചതാണ് കൃപയെങ്കിൽ ഒരു വിശുദ്ധനെ വിശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഒന്നുകൂടെ പറയാം, അഭക്തനെ നീതീകരിച്ചതാ ദൈവത്തിന്റെ കൃപയെങ്കിൽ ആ അഭക്തനെ വിശുദ്ധനാക്കിയിട്ട് ആ വിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ കൃപ. എത്ര ആഴമേറിയ മനോഹരമായിരിക്കുന്നതാണ് ഈ കാര്യം. കേവലം ഒരു സൈഡ് നമ്മൾ പറഞ്ഞു പോകരുത്, കേവലം ഒരു സൈഡ് പാടിപ്പോവരുത്. ഈ കൃപ എന്തൊക്കെ പഠിപ്പിക്കുന്നു, എങ്ങനെ ശിക്ഷിച്ച് നമ്മളെ വളർത്തുന്നു എന്നുള്ള കാര്യം ദൈവമക്കളായ നമുക്ക് അത് മനസ്സിലാകേണ്ട വളരെ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെക്കുറിച്ചുള്ളൊരു ശരിയായ വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ സത്യകൃപയിൽ നമ്മൾ നിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായൊരു വീക്ഷണം 1 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ മുമ്പോട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിയിൽ 1 പത്രോസിൽ നിന്ന് സത്യകൃപ എന്താണെന്ന് നിങ്ങൾ തന്നെ അത് കണ്ടെത്തി പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ രാത്രിത്തെ മീറ്റിങ്ങിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 1-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് ദൈവം വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ മതി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ്. ഓക്കെ, ഇനി 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 17-ാമത്തെ വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ. നിങ്ങൾ പിതാവ്. അപ്പം ഈ ദൈവത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ് യേശുക്രിസ്തുവിന്റെ പിതാവ്. എന്നിട്ട് അടുത്ത് പറയുകയാണ് നിങ്ങളും ഈ ദൈവത്തെ എന്തോ വിളിക്കുന്നേ? പിതാവെന്ന്. അപ്പോൾ ഈ ദൈവത്തെ കുറിച്ച് പത്രോസ് പറയുകയാണ് ഇത് യേശുക്രിസ്തുവിന്റെ പിതാവ്. എന്നിട്ട് 17-ാമത്തെ വാക്യം പറയുകയാണ് നിങ്ങളുടെ പിതാവ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള വളരെ വികലമായ ചിന്തകളും ടീച്ചിങ്സ് ഒക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവമക്കൾ വ്യക്തമായിരിക്കുന്ന ഉപദേശ സത്യം മനസ്സിലാക്കി പോവേണം. യേശുക്രിസ്തുവിന് ദൈവം എങ്ങനെ പിതാവായിരിക്കുന്നുവോ അതുപോലെയല്ല ദൈവമക്കളായ നമുക്ക് ദൈവം പിതാവായിരിക്കുന്നത്. യേശുക്രിസ്തുവിന് ദൈവം പിതാവായിരിക്കുന്നത് ത്രിയേക ദൈവത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുവാൻ വേണ്ടിയാണ്, ഡിറ്റിയെ കാണിക്കുവാൻ വേണ്ടിയാണ്. യേശു ദൈവമാണെന്ന് കാണിക്കാനാണ് അവിടെ പത്രോസും പൗലോസും ഒക്കെ ലേഖനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പിതാവെന്ന് വിളിക്കുന്നത്. അത് സൃഷ്ടിയും സൃഷ്ടാവുമുള്ള ബന്ധമല്ല. സൃഷ്ടിയും സൃഷ്ടാവുമുള്ള ബന്ധം ആണ് നമ്മുടേത്. നമ്മൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് സൃഷ്ടാവ് താനായിരിക്കുന്നത് കൊണ്ടും നാം സൃഷ്ടിയായിരിക്കുന്നത് കൊണ്ടാണ്. പിതാവിൽ നിന്ന് ജനിച്ചത് കൊണ്ട് നാം ആ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു, നമ്മൾ സൃഷ്ടിയായിരിക്കുന്നത് കൊണ്ട്. ഈ കാര്യം വളരെ വ്യക്തമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒന്ന് വായിച്ച് സഹായിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അവിടെ വാക്യം കണ്ടോ? എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും.
എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. അവിടെ തന്നെ വ്യക്തമാണ്, നാം ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് പോലുള്ള ഒരു ബന്ധമല്ല യേശു ക്രിസ്തുവിന് ദൈവം പിതാവായിരിക്കുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, കോ ഈക്വൽ, പിതാവിനോട് സമനായിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പറഞ്ഞത്. സ്തോത്രം. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് യോഹന്നാൻ 1:18 പറയുന്നു, ആരും ഒരു നാൾ ദൈവത്തെ കണ്ടിട്ടില്ല. വായിക്കണ്ട, നമുക്കറിയാം, ആരും ഒരു നാൾ ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ മടിയിൽ ആയിരിക്കുന്ന പുത്രൻ തന്നെ പിതാവിനെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ഹൂ ഇസ് ഗോഡ്. അതിനാണ് യേശു ക്രിസ്തു വന്നത്. കേവലം നമ്മുടെ പാപം മോചിപ്പിച്ച് നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി മാത്രമല്ല, ആരാണ് ഈ ദൈവം, ഹൂ ഇസ് ദിസ് ഗോഡ് എന്ന് നമ്മളെ കാണിച്ചു തരിക തൻ്റെ വാക്കിലും തൻ്റെ പ്രവൃത്തിയിലും. അതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ പെന്റിക്കോസ്റ്റൽ കോളത്ത് എങ്ങനെയോ ഫാദർഹുഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിതൃത്വം എന്നുള്ള വിഷയം നമ്മൾ അത്രയും പ്രസംഗിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വളരെ ആഴമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശ സത്യമാണ് ഫാദർഹുഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിതൃത്വം. വളരെ ആഴമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ദൈവം പിതാവായിരിക്കുക, എന്താ ഇതിൻ്റെ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്? ഗോഡ് ഇസ് ഫാദർ, എന്താ അതിൻ്റെ അർത്ഥം? അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ ഒരു വശമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം നാണയത്തിൻ്റെ മറ്റൊരു വശം പറയാം. ഈ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണം ആണല്ലോ സത്യകൃപയിൽ ഒരാളെ നിർത്തുന്നത്. അപ്പോൾ ഈ ശരിയായ വീക്ഷണം ഈ ദൈവം എന്ന പിതാവിനെ കുറിച്ച് നമുക്ക് വരണം. അപ്പോൾ ഒരു വശം ഞാൻ പറയാം ആദ്യമേ. എന്താണ്? ഒന്നാമത്തെ കാര്യം, കരുതുന്ന പിതാവാണ് ഈ സ്വർഗത്തിലെ ദൈവം. കരുതുന്ന പിതാവാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31 തൊട്ട് 33 വരെയുള്ള വാക്യം നമുക്കറിയാം. അവിശ്വാസികളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് അവൻ അറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന പിതാവ് മാത്രമല്ല, സമയത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ നൽകുന്നൊരു ദൈവം കൂടെയാണ്, പിതാവും കൂടെയാണ്. സ്തോത്രം. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 32-ാമത്തെ വാക്യം, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. കണ്ടോ, ഒരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഈ വകയൊക്കെയും, ഈ വകയുടെ ഒക്കെ ജാതികൾ പുറയിൽ ഓടുന്നു. അവിശ്വാസികൾ ഇതിൻ്റെ പുറയിലാണ് ഓടുന്നത്. എന്തോ ഈ ഭാരത്തിലാണ് ഓടുന്നത്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ വിചാരപ്പെട്ട് മനം കലങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ കരുതുന്ന ഒരു പിതാവ് ഉണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാലഘട്ടത്തിലും നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സമയത്ത് നമുക്ക് തരുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ആവശ്യങ്ങളെ തരുന്ന, നീഡിനെ തരും, ഗ്രീഡിനെ അല്ല കേട്ടോ, ഗ്രീഡിനെ അല്ല, നമ്മുടെ നീഡിനെ തരുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31 മുതലുള്ള വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ഞാൻ പറയുന്ന വാക്യം പിന്നെ വായിച്ചാൽ മതി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു അവിടെ 3 ഉപമകൾ പറയുന്നുണ്ട് അല്ലേ. ലോസ്റ്റ് ഷീപ്പ്, കളഞ്ഞുപോയ ആട്, പിന്നെ ലോസ്റ്റ് കോയിൻ, കളഞ്ഞുപോയ അമ്മ, 3 ലോസ്റ്റ് സൺ, മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ലോസ്റ്റ് സൺ. പക്ഷേ ആ ഉപമകൾ വായിച്ചാൽ മനസ്സിലാകും, മുടിയനായ പുത്രനല്ല ആ കഥയിലെ യഥാർത്ഥ കഥാപാത്രം. കാരണം ആ പിതാവിന് രണ്ട് മകനുണ്ട്. അപ്പോൾ ഒരു മോനെ കുറിച്ചല്ല അവിടുത്തെ കഥ. അവിടുത്തെ കഥയുടെ പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കണമെങ്കിൽ 15-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിച്ചെങ്കിൽ മാത്രമേ യേശു എന്തുകൊണ്ട് ആ ഉപമ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 15-ന്റെ 1-2 വാക്യം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു.
അടുത്ത് അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു, നിങ്ങളെ അപ്പൊ എന്തിനാ അവരോട് ഈ ഉപമ പറഞ്ഞത്? കാരണം ദൈവത്തെ കുറിച്ചുള്ള ശരിയായ വീക്ഷണം ഈ പരീശന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും ഇല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ പാപികളോട് ഇരിക്കുന്ന, നീതിമാനൊന്നുമല്ല, പാപികളോട് ഇരിക്കുന്നയാ, പാപികളാണ് ഇവന്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവരോട് ഈ ദൈവം ആരാ എന്ന് പറയുന്ന ഒരു ഉപമയാണ് ഈ 3 ഉപമ. അപ്പോൾ അവിടുത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ആടോ ദ്രഹ്മയോ പുത്രനോ അല്ല, അവിടുത്തെ കഥാപാത്രം ദൈവമാണ്. ഗോഡ് ഈസ് ദി പേഴ്സൺ ദേ. ആ 3 ഉപമയിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ആദ്യത്തെ ഉപമയിൽ നല്ല ഇടനെ കാണിക്കുക, രണ്ടാമത് ആ സ്ത്രീയെ പോലെ ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്നാ പോട്ടെ ബാക്കി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയല്ല, അതിനെ അന്വേഷിക്കുന്നത് വരെ അതിൻ്റെ പുറയിൽ പോയി അതിനെ അന്വേഷിച്ച് സന്തോഷിക്കുന്നത് പോലെ ദൈവം ഇതുപോലെ സന്തോഷിക്കുന്നു. എന്നാൽ 3-ാമത്തെ ഉപമ അവിടെ ഒരു പിതാവിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ ഒരു പിതാവിനെ കുറിച്ചാണ്. ഈ പിതാവിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കണം. എന്താ ഈ പിതാവിൻ്റെ വിശേഷത? ഈ പിതാവ് കൈക്കൊള്ളുന്ന പിതാവ്, കളയുന്ന പിതാവല്ല. നഷ്ടപ്പെട്ടു പോയതിനെ, ഒടഞ്ഞു പോയതിനെ കളയുന്ന ഒരു പിതാവല്ല, പിന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്ത് മടക്കി കൊണ്ടുവരുന്ന പിതാവാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരും അറിയത്തില്ല, പാസ്റ്റർ അറിയത്തില്ല, വിശ്വാസികൾക്ക് അറിയത്തില്ല, കുടുംബത്തിലുള്ളവർക്ക് അറിയത്തില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉടഞ്ഞു പോയി, ഇനി എനിക്ക് ഒരു നന്മയുമില്ല, ഇനി എനിക്ക് പിന്നെ വാർത്തെടുക്കാൻ കഴിയത്തില്ല എന്ന് പ്രതീക്ഷയില്ലാതെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നിന്നെ തള്ളിക്കളയുന്നൊരു ദൈവമല്ല, വീണ്ടും പണിയുന്ന ഒരു പിതാവാണ് സ്വർഗത്തിൽ നമുക്കുള്ളതെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കുശവന്റെ കയ്യിൽ മൺപാത്രം ഉടഞ്ഞു പോയപ്പോൾ, നോക്കിക്കേ, അലുമിനിയം ഉടഞ്ഞു പോയാൽ പൈസ കിട്ടും, സ്റ്റീൽ ഉടഞ്ഞു പോയാൽ പൈസ കിട്ടും, ഏത് മെറ്റൽ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ എന്തോ വില കൊടുത്തെങ്കിലും വാങ്ങാം. എന്നാൽ മൺപാത്രം കയ്യിൽ നിന്ന് ഉടഞ്ഞു പോയാൽ അതിന് ഒന്നിനും കൊള്ളത്തില്ല. എന്നാൽ ആ കുശവൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അതിനെ വലിച്ചെറിയാതെ അതിനെ വീണ്ടും എടുത്തിട്ട് 2 കരവും അവിടെ, ഒരു കരം അകത്ത് മറ്റൊരു കരം വെളിയിൽ വെച്ചിട്ട് അതിനൊരു പുതിയ പാത്രമായി പണിയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ 2 കരം കൊണ്ട് നിന്റെ അകത്തെ മനുഷ്യനെയും നിന്റെ വെളിയിലെ മനുഷ്യനെയും വീണ്ടും പണിത് റീഷേപ്പ് ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആ പിതാവ് തള്ളിക്കളയുന്ന പിതാവല്ല, വീണ്ടും ചേർക്കുന്ന പിതാവ്, വീണ്ടും പണിയുന്ന പിതാവ്. ചില കാലം മിനിസ്ട്രികളെ, ചില പ്രവർത്തന രീതികളെ തീർന്നു പോയി, ഇനി എനിക്ക് എന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. നിന്നെ വീണ്ടും ഒന്നുകൂടെ ആരംഭമായി പണിതെടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക. തകർന്നു പോയി, തീർന്നു പോയി എന്ന് പത്രോസ് ചിന്തിച്ചെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് അവന് കൊടുത്തതുപോലെ ഒരു പുതിയ ബിഗിനിങ്ങിൽ നമ്മളെ പണിതെടുക്കുവാൻ കർത്താവിന് കഴിയും. എനിക്ക് യൂട്യൂബിൽ കിടക്കുന്ന ബില്ലി ഗ്രാമിൻ്റെ മോൾ രൂത്ത് പറഞ്ഞ ഒരു സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിപ്പിച്ചു. യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങളത് വേണമെങ്കിൽ കേൾക്കാം. രൂത്ത് അവിടെ പറയുന്നൊരു കാര്യം, തൻ്റെ ഇളയ മകളായ രൂത്ത് പറയുക, തൻ്റെ പിതാവിൻ്റെ ഫ്യൂണറൽ സർവീസ് പറയുക, ഞാൻ എൻ്റെ വിവാഹം ഡിവോഴ്സിലേക്ക് പോയി, ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി, ഡിവോഴ്സിലേക്ക് എൻ്റെ പോയി, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ഭാരം വന്നു. അങ്ങനെ ഞാൻ വേറൊരു മനുഷ്യനുമായിട്ട് ഡേറ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ പിതാവ് ബില്ലി ഗ്രാം എന്നോട് പറഞ്ഞു, മോളെ രൂത്ത് വെയിറ്റ് ചെയ്യ്, ഒന്ന് സാവകാശം ചെയ്ത് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. അപ്പോൾ രൂത്ത് മനസ്സിൽ പറഞ്ഞു, എൻ്റെ പിതാവിന് ഡിവോഴ്സായവരുടെ ജീവിതം എങ്ങനെ അറിയാം? കാരണം അവർ രണ്ടുപേരും ഒത്തിരി വർഷങ്ങളായിട്ട് ഒരുമിച്ചല്ലേ, അവർക്ക് എൻ്റെ വേദന അറിയത്തില്ല എന്ന് പറഞ്ഞ് വളരെ റിബല്യസ് ആയിട്ട് പിതാവിനോട് അനുസരിക്കാതെ ആ വ്യക്തിയുമായിട്ട് ഡേറ്റ് ചെയ്യാൻ പോയി. രൂത്ത് അവിടെ സാക്ഷ്യം പറയുന്നത്, ആ വ്യക്തിയുമായിട്ട് ഡേറ്റ് ചെയ്ത് മുമ്പോട്ടുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി രൂത്ത് ശ്രമിച്ചപ്പോൾ രൂത്ത് പറയുക, 24 മണിക്കൂറിൽ ആ വ്യക്തി ആരാ എന്ന് എനിക്ക് ഗ്രഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെ വളരെ നിരാശയായി 2ാമത്തെ ബന്ധവും ഉടഞ്ഞുപോയി. വളരെ നിരാശ വേദനപ്പെട്ട് പിതാവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് ഈ പിതാവിനോട് ഞാൻ എന്തോ പറയുമെന്ന് ചിന്തിച്ച് മടങ്ങി വരുമ്പോൾ രൂത്ത് പറയുകയാണ്, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ വീടിൻ്റെ മുൻപാകെ 2 കരവും നീട്ടി പിതാവ് നിൽക്കുകയാണ്. ഈ പിതാവിൻ്റെ അടുക്കൽ രൂത്ത് ഓടിച്ചെന്നപ്പോൾ
പിതാവ് രൂത്തിനോട് പറയുകയാണ്, വെൽക്കം ഹോം രൂത്ത്. ഒരു ദേഷ്യവും മുഖത്തില്ല, ഒരു പ്രയാസവും മുഖത്തില്ല, ഒരു മുഖം കറക്കാതെ മകളെ ഇരു കരം കൊണ്ട് സ്വീകരിച്ചു. പറയുകയാണ്, ഭവനത്തിലേക്ക് മടങ്ങിവാ എന്ന്. ഭവനത്തിലേക്ക് മടങ്ങിവാ. രൂത്ത് പറയുന്നത്, അന്ന് ഞാൻ എൻ്റെ പിതാവിൽ ദൈവം ആരാ എന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ നഷ്ടപ്പെട്ട് പോയതിനെ സ്വീകരിക്കുന്ന നല്ലൊരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഈ പിതാവിൻ്റെ മനോഹരം ഒന്ന് നോക്കിക്കേ. ഈ മകനെ കണ്ടിട്ട് മകൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് കഴുത്തെ വീണ് അവനെ ചുംബിച്ച് അവന് നഷ്ടപ്പെട്ടതിനെ കൊടുക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ പിതാവെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. തകർന്നു പോയതിനെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പിതാവ്. എൻ്റെ പപ്പയുടെ ഒരു ഗുണം ഞാൻ കണ്ടത്, ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം വളരെ കുറവാണ്. വീട്ടിൽ എന്തേലും ഒരു കാര്യം ചീത്തയായാൽ എൻ്റെ പിതാവ് ചെയ്യുന്നത് അതിനെ വലിച്ചെറിയത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടൊരു കാര്യം, അതിനെ വലിച്ചെറിയത്തില്ല. അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഒട്ടിക്കുകയും സ്റ്റിക്കർ ഇട്ട് ഒട്ടിക്കുകയോ ഗമ്മിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ഒന്ന് പുതുതായി റീസ്റ്റോർ ചെയ്യും. ഇത് തന്നെയാണ് പിതാവ് ചെയ്യുന്നത്. അതിന് റീസ്റ്റോർ ചെയ്യുന്ന ഒരു പിതാവ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് കരുതുന്ന പിതാവ്, നമ്മുടെ ആവശ്യങ്ങളെ കരുതുന്ന പിതാവ്, വീണ്ടും റീസ്റ്റോർ ചെയ്ത് പുതുതായി പണിയുന്ന പിതാവ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ. മക്കൾ പിതാവിനോട് ചോദിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെ കൊടുക്കാൻ അറിയുന്ന പിതാവിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ലായിരിക്കാം ചിലപ്പോൾ ആവശ്യം. ഇന്ന് മാനസികമായി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തെ ജയിക്കാൻ കഴിയാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ബലം നൽകുന്ന ഒരു പിതാവാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. അപ്പോൾ ഈ പിതാവിനെ കുറിച്ചുള്ള ഞാൻ ഈ 3 കാര്യമേ പറഞ്ഞുള്ളൂ. പുതിയ നിയമത്തിൽ വിശേഷ സുവിശേഷങ്ങളിൽ വളരെ വിശാലമായി കിടക്കുന്നൊരു കാര്യമാണ് പിതാവ്, ദൈവത്തിൻ്റെ പിതൃത്വം എന്നുള്ള വിഷയം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഗ്രഹിച്ചു പോകരുത്. ഇത് നാണയത്തിൻ്റെ ഒരു വശമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. കരുതുന്ന പിതാവ്, സ്നേഹിക്കുന്ന പിതാവ്, വീണ്ടും പണിയുന്ന പിതാവ്, പരിശുദ്ധാത്മാവിനെ നൽകുന്ന പിതാവ്, ഇതെല്ലാം നാണയത്തിൻ്റെ ഒരു വശമാണ്. നാണയത്തിൻ്റെ ഒരു വശം മാത്രം അറിയരുത്. സത്യകൃപ എന്താ? സത്യകൃപ നാണയത്തിൻ്റെ മറ്റൊരു വശം കൂടെ അറിയുന്നതാണ്. നാണയത്തിൻ്റെ മറ്റൊരു വശം, ഈ പിതാവിനെ കുറിച്ചുള്ള മറ്റൊരു വശം കൂടെ അറിയണം. എന്നെങ്കിൽ മാത്രമേ സത്യകൃപയിൽ നിൽക്കാൻ കഴിയുള്ളൂ. എന്താണ് മറ്റൊരു വശം? അതാണ് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദയവ് ചെയ്തൊന്ന് വായിക്കണം. 1 Peter chapter 1 verses 17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. കണ്ടോ, എന്താണ് നാണയത്തിന്റെ മറ്റൊരു വശം? കരുതുന്ന പിതാവ്, സ്നേഹിക്കുന്ന പിതാവ്, വീണ്ടും യോജിപ്പിക്കുന്ന പിതാവ്, സ്നേഹവാനായ പിതാവ് എന്നൊക്കെ ഞാൻ ഒരു വശം പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, അങ്ങനെയുള്ള പിതാവ് മാത്രമല്ല, ന്യായം വിധിക്കുന്ന, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ എന്താ വിളിക്കുന്നത്? പിതാവെന്ന്. ആ പിതാവിൻ്റെ ഈ നാണയത്തിൻ്റെ 2-ാമത്തെ വശം നമ്മൾ ശരിക്ക് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ, അവിടെ എഴുതിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കാൻ കഴിയും. പ്രവാസകാലം ഭയത്തോടെ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? സത്യകൃപയിൽ നിൽക്കുമ്പോഴാണ്. ഈ സത്യകൃപയിൽ നിൽക്കാത്തത് കൊണ്ട് ഉള്ളിൽ നിന്ന് ഭയമില്ലാത്ത. ദൈവഭയം എവിടെ പോയി ദൈവമക്കൾക്ക്? ദൈവഭയം ഇല്ല. എങ്ങനെയോ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഇച്ചിരിയും കൂടെ ക്രൈസ്റ്റ് സെൻറ്റേഡായി. ചർച്ച് സെൻറ്റേഡ് ആയിരുന്നു. ചർച്ചിൽ പ്രവർത്തിച്ചു, ചർച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടി, എല്ലാ കാര്യം. ഇപ്പോൾ ഹോളെല്ലാം ബന്ധമായപ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരുന്നു. എങ്ങനെ ക്രിസ്തു കേന്ദ്രിതമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെയോ കർത്താവ് നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുക കർത്താവ്, വേറൊന്നുമല്ല. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുക. നമ്മളെ ന്യായം വിധിക്കുന്ന മുഖപക്ഷമില്ല. ഒരുവൻ്റെ മുഖം നോക്കത്തില്ല.
പാസ്റ്ററാണെന്നോ വിശ്വാസിയാണെന്നോ സെക്രട്ടറി ആണെന്നോ ബിലീവർ ആണെന്നോ വലിയ പുള്ളിയാണെന്നോ ചെറിയ ഓനോനോനോ ഒരു മുഖം വെക്കാതെ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുക. പണ്ട് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചൊരു കഥ, ഞാൻ TPM സൺഡേ സ്കൂൾ പഠിച്ചത്, അവിടെ അന്ന് പഠിപ്പിച്ച സാർ എന്നോട് ഞങ്ങളോട് പറഞ്ഞൊരു കഥ ഈ വിഷയത്തോട് ഞാൻ മെസ്സേജ് ഒരുക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഞങ്ങളെ പഠിപ്പിച്ചു തരാം ദൈവം ആരാന്ന്. പുള്ളി പറഞ്ഞത് ഒരു കുറ്റവാളിയായവനെ പോലീസ് പിടിച്ച് കോർട്ടിൽ കൊണ്ടുപോയി അവൻ വളരെ വേദനയോടെ അവിടെ വന്നിങ്ങനെ നിൽക്കുക, പ്രതിക്കുട്ടി വന്ന് നിൽക്കുക. തല ഉയർത്തി നോക്കിയപ്പം ജഡ്ജ് സീറ്റിൽ ഇരിക്കുന്ന പിതാവാണ്. അവന് ഭയങ്കര ആശ്വസിച്ചു, പപ്പയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാതാണ്ടേ ജഡ്ജ് ന്യായം വിധിച്ചിട്ട് പറയുകയാണ് 1,00,000 രൂപയും 1 വർഷവും തടവും. ഹൃദയത്തിൽ കൈവച്ചു പോയി. പറഞ്ഞു, പപ്പാ ഇത് ഭയങ്കര ചതിയായിപ്പോയി. പപ്പ വീട്ടിലാ, പക്ഷെ ഇവിടെ ജഡ്ജാ, ഇവിടെ മുഖപക്ഷമില്ല, മുഖപക്ഷം കൂടാതെ. ഒരു ബാലിഷ്യമായിരിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാറ് പറഞ്ഞു തന്നൊരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ദൈവത്തിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു വീക്ക് എക്സാമ്പിളാണ്. എന്നാലും നമുക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചു പോകാമല്ലോ. സ്നേഹിക്കുന്ന പിതാവ് മാത്രമല്ല, കരുതുന്ന പിതാവ് മാത്രമല്ല, വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന പിതാവ് മാത്രമല്ല, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു പിതാവും കൂടെയാണ്. ഡിസിപ്ലിൻ ചെയ്യുന്ന പിതാവാണ്. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. ഈ രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഗാനവും ശുശ്രൂഷയൊക്കെ കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. രക്ഷിക്കുന്ന, എന്നാൽ കൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊടുക്കുന്ന ദൈവം ഞാൻ കാണിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിച്ച് നോക്കിക്കേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യം. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ആ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവ ആരെ ഏൽപ്പിച്ചേ? ദേശത്തിന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. മതി. അവ മതി, താങ്ക് യു. ആരെ ഏൽപ്പിച്ചേ? പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ നെബൂഖദ്നേസർ വന്നിട്ടാണ് രാജാവിനെയും പാത്രങ്ങളെല്ലാം കൊണ്ടുപോയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുമെങ്കിലും ദാനിയേൽ പ്രവാചകൻ പുസ്തകം എഴുതുമ്പോൾ പറയുകയാണ്, അവനല്ല കൊണ്ടുപോയത്, കർത്താവ് ഏൽപ്പിച്ചതാണ്. അപ്പോൾ ദൈവമാണ് ഇവരെ ഏൽപ്പിച്ചത്. എന്തിനാ ഏൽപ്പിച്ചേ? ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചതാണ്, വേറൊന്നിനുമല്ല. വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, വിഗ്രഹ ഭ്രമം വന്നിരിക്കുന്ന ഈ യഹൂദന്മാരെ ഇവരെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാ? ശുദ്ധീകരിക്കാൻ വേണ്ടി ജാതിക രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കണം, യഹൂദന്മാരുടെ ഹിസ്റ്ററിയിൽ ഈ ശുദ്ധീകരണത്തിന് ശേഷം അവർ പിന്നെ ഒരു വിഗ്രഹത്തിന് പുറകെ പോയില്ല. അപ്പൊ കർത്താവിന് ആഗ്രഹം നമ്മുടെ ശുദ്ധീകരണമാണ്, കർത്താവിന് ആഗ്രഹം നമ്മുടെ വീണ്ടെടുപ്പാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും അങ്ങ് തന്നു കൂട്ടിയിട്ട് നമ്മളെ അങ്ങ് കൊണ്ടുപോകാന്നുള്ള ചിന്തയല്ല കർത്താവിൻ്റെത്. നമ്മളെ ശുദ്ധീകരിക്കുന്ന, അതിനുവേണ്ടി ഏത് ലെവലും ഏത് വഴിയും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. കാരണം ദൈവത്തിന് അതുപോലെ സ്നേഹമാണ് നമ്മളോട്. അവിടെ ആ 2 പദത്തിൽ നിന്ന് വളരെ ആഴമായ ചിന്ത നമുക്കവിടെ പഠിക്കാൻ കഴിയും. ആ ചിന്ത ഒന്ന് എഴുതിയെടുക്കാൻ കഴിയുന്നവരതൊന്ന് എഴുതിയെടുക്കണം. എനിക്ക് ദൈവം അവരെ കൊടുത്തു എന്നുള്ള ആ ചിന്തയിൽ 4 കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 4 കാര്യം. ദൈവം രാജാവിനെ, യഹൂദ ആ ജനത്തെയും പാത്രങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. 4 കാര്യം. 1, അത് പഠിപ്പിക്കുന്നത്, ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള 2 പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1-ാമത്തെ വിഷയം, ദൈവത്തിൻ്റെ പരമാധികാരം, ദ സോവർണിറ്റി ഓഫ് ഗോഡ്. ഇവിടെ നെബൂഖദ്നേസർ അല്ല രാജാവ്, ഇവിടെ ദൈവമാണ് രാജാവ്. ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ബാബിലോണിന്റെ രാജാവ് എത്ര വലിയവനായിരുന്നാലും, അവൻ എത്ര പട്ടാളമുണ്ടെന്ന് പറഞ്ഞാലും, അവന് 1 ഇഞ്ച് പോലും യഹൂദ പട്ടണത്തിൽ കഴിയത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ അധികാരി ദൈവമാണ്. അതാണ് 1-ാമത്തെ കാര്യം അവിടെ മനസ്സിലാക്കാൻ കഴിയും. 2-ാമത്, നീതിമാനായ ന്യായകർത്താവ്, റൈച്ചസ് ജഡ്ജ്. ഈ മോശയിൽ കൂടെ ഈ വീണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട് പുതിയ പട്ടണമൊക്കെ യോശുവയിൽ കൂടെ കൊടുത്തതിന് ശേഷം അവരോട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. നോക്കിക്കേ, നിങ്ങൾ
എൻ്റെ വചനപ്രകാരം നടന്നില്ല എങ്കിൽ നിങ്ങളെ ഉപയോഗിച്ച് ഞാൻ കനാൻകാരെ ഓടിച്ചതുപോലെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? ഓടിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എനിക്ക് വിശേഷമുള്ളവരാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ് എന്നതുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിനൊന്നും ഞാൻ കണ്ണടച്ചു തരത്തില്ല. നിങ്ങൾ എൻ്റെ വചനത്തെ പ്രമാണിച്ച് ജീവിച്ചാൽ നിങ്ങളെ അവിടെ ഞാൻ നിലനിർത്തും. എന്നാൽ നിങ്ങൾ വചനത്തിൽ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഉപയോഗിച്ച് അവരെ വിട്ടല്ലോ എന്നതുപോലെ ഞാൻ വേറെ ജാതി ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ ചിതറിപ്പിക്കും. മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ന്യായകർത്താവാണ്, നീതിമാനായ ന്യായകർത്താവാണ്. മൂന്നാമത് സ്നേഹവാനായ പിതാവാണ്. കൊടുക്കുകേൻ്റെ അർത്ഥം എന്താ? സ്നേഹവാനായ പിതാവിനെയാണ് കാണിക്കുന്നത്. എഫ്രൈമിനോടൊക്കെ പറയുന്ന കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ? എഫ്രൈമേ, ഞാൻ എങ്ങനെ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും? കർത്താവിന് ഒരു ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ഏൽപ്പിക്കുന്നത്. പിന്നെ എന്തിനാ? ഇവരുടെ സ്നേഹം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മഞ്ഞ് പോലെ, 8 മണി വരെയൊക്കെ നല്ല മഞ്ഞ, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ വേരുദിക്കുമ്പോൾ ഈ മഞ്ഞ് പോകുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങ് പോകും. നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ ദൈവത്തിനോട് സ്നേഹം, നല്ലൊരു ഗാനം പാടുമ്പോൾ ദൈവത്തോട് സ്നേഹം, നല്ലൊരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവത്തോട് സ്നേഹം. എന്നാൽ ഈ കൂട്ടായ്മയൊക്കെ പോകുമ്പോൾ ഈ മഞ്ഞ് പോകുന്നത് പോലെ അങ്ങ് പോകുന്ന ഈ സ്നേഹം കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ആരാധനയല്ല വേണ്ടത്, എനിക്ക് നിങ്ങളുടെ കൈകൊട്ടോ നിങ്ങളുടെ സാക്രിഫൈസോ ഇതൊന്നും അല്ല വേണ്ടത്, എനിക്ക് നിങ്ങളെയാ വേണ്ടത്. ഒന്നും മടങ്ങി വാ. കേട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് മനസ്സിൽ ആഗ്രഹമില്ല, എന്നാലും എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ കൊടുക്കും? സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. കൊടുക്കുന്നത് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, കൊടുക്കുന്നത് അവൻ സ്നേഹവാനായ ദൈവം ഇവരെ യഥാർത്ഥമായി ശുദ്ധീകരിച്ച് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കർത്താവ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നാലാമത്തെ വിഷയം, കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള ആ പദത്തിൽ നിന്നുള്ള നാലാമത്തെ വിഷയം, പരിശുദ്ധനായിരിക്കുന്ന ദൈവം. പരിശുദ്ധനായിരിക്കും. എന്തിനാ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ബിക്കോസ് ഹീസ് ഹോളി. അവൻ പരിശുദ്ധനായിരിക്കുന്നുണ്ട്. 4 കാര്യം ഞാൻ നിങ്ങളെ അവിടെ കാണിച്ചു. 1 പരമാധികാരി, 2 ന്യായകർത്താവ്, 3 സ്നേഹമുള്ള പിതാവ്, 4 വിശുദ്ധനായിരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഇനി എന്നിട്ട് പുതിയ നിയമത്തിൽ ഇതിൻ്റെ സൂചന നമുക്ക് കാണാൻ കഴിയും. ദൈവം കൊടുക്കുമോ? ദൈവം കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 22:31. ലൂക്കോസ് 22:30. സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. മതി. ആ വാക്യം ശ്രദ്ധിച്ചായിരുന്നു. 32-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നീ ഒരു നാൾ തിരിഞ്ഞു വന്നതിന് ശേഷം. അതിൻ്റെ അർത്ഥം പോകുന്നല്ലേ? അതിനർത്ഥം പോകുന്നല്ലേ? കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തില്ലേ? എൻ്റെ അർത്ഥം യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചായിരുന്നു. നിന്റെ വിശ്വാസം പോവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചില്ല പിശാചിനെ തുടരുത്, പിശാച് എൻ്റെ മകനെ തുടരുതെന്നല്ല യേശു പ്രാർത്ഥിച്ചേ. ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചു. യേശു പ്രാർത്ഥിച്ചത് എൻ്റെ മകനായ പത്രോസിനെ പിശാചെ നീ തൊടാൻ കഴിയത്തില്ല, അതൊന്നുമല്ല യേശു പ്രാർത്ഥിച്ചേ. യേശു പ്രാർത്ഥിച്ചത് ഇവൻ പോകും, പക്ഷെ ഇവൻ്റെ വിശ്വാസം പോകരുത്. അവ ഏൽപ്പിച്ചു കൊടുത്ത ആരാ? കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത. എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തത് അറിയാമോ? ഈ പത്രോസ് ഭയങ്കര സെൽഫ് കോൺഫിഡൻറ്റാണ്. യോഹന്നാൻ എഴുതിയ 13-ാം അധ്യായം വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വരാൻ കഴിയത്തില്ല. അപ്പോൾ യേശു പിന്നാലെ വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പത്രോസ് അവിടെ ആമേൻ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. പത്രോസ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? എന്തുകൊണ്ട് പിന്നാലെ വരാൻ കഴിയത്തില്ല? ഞാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവനെ വരെ വെച്ച് തരാൻ തയ്യാറാണ്. സെൽഫ് കോൺഫിഡൻറ്റ് നോക്കിക്കുക. ജീവനെ വരെ വെച്ച് തരാൻ തയ്യാറായ പത്രോസിന് എന്താ സംഭവിച്ചേ? വലിയൊരു പരാജയം സംഭവിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത് ആ പരാജയം സംഭവിച്ചതുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് വിലപിച്ച് കരഞ്ഞു. ഈ വെപ്റ്റ് വെൽഹംറ്റ്ലി. വിലപിച്ച് കരഞ്ഞ പത്രോസ് അവൻ്റെ സെൽഫ് കോൺഫിഡൻറ്റ് പോയി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 വട്ടം ഇല്ലേ യേശുവിനെ തള്ളി പറഞ്ഞത്? യേശു 3 വട്ടം അങ്ങോട്ട് ചോദിച്ചു, ശീമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 തവണ ചോദിച്ചു. എന്നിട്ട് ഈ 3-ാമത്തെ തവണ ചോദിച്ചപ്പോൾ പത്രോസിന് മറുപടി കണ്ടോ? നാഥ, നീ സകലവും അറിയുന്നു. യു നോ ഓൾ ദിസ്.
നീ സകലവും അറിയുന്നു. സെൽഫ് കോൺഫിഡൻ്റ് ഉള്ള ഒരു പത്രോസിനെ അല്ല അവിടെ കാണുന്നത്. നുറങ്ങി വേദനയോടെ ഇരിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പത്രോസിനെയാണ് കാണുന്നത്. അവിടെ എന്താ പറയുന്നത്? ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ വേണ്ടി എന്ത് ചെയ്യോ? എന്നോട് ചോദിച്ചു. പിശാച് ഈ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റി, രണ്ടുപേരെ പാറ്റി. അതിൽ പതിര് അല്ലെങ്കിൽ ഗോതമ്പ് മണി ഇല്ലാത്ത ഒരുവൻ പോയി. ആരാന്നറിയാമോ? യൂദ. അവൻ്റെ ഉള്ളിൽ മണിയില്ല. അവൻ ഈ 3.5 കൊല്ലം പ്രസംഗമല്ല, ഈ പ്രസംഗം കേൾക്കുക മാത്രമല്ല ഡയറിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് സഹിതം സബ്ജക്റ്റ് സഹിതം യേശുവിൻ്റെ പ്രസംഗം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മാനസാന്തരപ്പെട്ടില്ലെന്ന്. പ്രസംഗം കേട്ട് 3.5 കൊല്ലം യേശുവിൻ്റെ പ്രസംഗം കേട്ട്, വേറെ ഒരു പ്രസംഗമല്ല കേട്ട്. യേശുവിൻ്റെ പ്രസംഗം കേട്ടവൻ്റെ ഉള്ളിൽ മാനസാന്തരം വന്നില്ല. പിശാച് പാറ്റിയപ്പോൾ നിങ്ങളെല്ലാവരെയും എന്നാ പറഞ്ഞ് പിശാച് ചോദിച്ചു, നിങ്ങളെല്ലാവരും ചോദിച്ചു. പാറ്റിയപ്പോൾ അകത്ത് മണിയില്ലാത്ത, അകത്ത് ഗോതമ്പ് മണിയില്ലാത്തവൻ പറന്നുപോയി, ഔട്ടായിപ്പോയി. എന്നാൽ ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ ഗോതമ്പ് മണി ഉണ്ടെങ്കിൽ ഈ പറ്റിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. അതിനെ മാറ്റണമെങ്കിൽ ദൈവത്തിന് വേറൊരു വഴിയില്ല. ഇവനെ കൊടുക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. പത്രോസിനോട്, പിശാചിനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു കാണും. ഞാൻ എൻ്റെ ഭാവനയെ ചിന്തിക്കുകയാണേ, ഇങ്ങനെ പറഞ്ഞു കാണും. ഇവൻ്റെ വെളിയിൽ പറ്റിയിരിക്കുന്ന ഈ പതിരുകളുണ്ട്, ഈ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അത് പോയതിന് ശേഷം ഞാൻ അവനെ മടക്കി വിളിക്കും. ആ മണിയെ നശിപ്പിക്കാൻ നിനക്ക് കഴിയത്തില്ല. അവനെ ശുദ്ധീകരിച്ച് ഞാൻ അവനെ മടക്കി വിളിക്കും. അതാ കർത്താവ് പറഞ്ഞത്, നീ ഒരു നാൾ മടങ്ങി വരുമ്പോൾ. അപ്പം നിനക്കൊരു മടങ്ങി വരവുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മടങ്ങി വരാൻ വേണ്ടി ഒരു ദൈവ പൈതലിനെ ചിലപ്പോൾ ഇങ്ങനെ ഏൽപ്പിച്ചെന്നിരിക്കും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്താം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അന്ന് വരെ ശിഷ്യന്മാരെന്താ ചിന്തിച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വരുന്നവരെ ശിഷ്യന്മാർ ചിന്തിച്ചത് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ യേശുവിനെ ഒറ്റുകൊടുത്തത് യൂദയും ശാസ്ത്രിമാരും പുരോഹിതന്മാരും റോമ പടയാളികളുമാണ് എന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ചിന്താഗതിയിൽ വ്യത്യാസമായി. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം, 2:23. നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. അപ്പോൾ ആരെ ഏൽപ്പിച്ചേ? യേശുവിനെ. പിതാവായ ദൈവമാണ് യേശുവിനെ ഏൽപ്പിച്ചത്. എന്തിനാ? യേശുവിന് ഒരു ശുദ്ധീകരണം ആവശ്യമില്ല. ഏൽപ്പിച്ചത് നമുക്ക് വേണ്ടിയാ, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളുക, വിടുവിക്കുന്ന ഒരു പിതാവ് മാത്രമല്ല, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം കൂടെയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ 2-ാമത്തെ വശം, ഈ പിതാവിൻ്റെ 2-ാമത്തെ വശം അറിയേണ്ട ആവശ്യമാണ്. ശുദ്ധീകരിക്കുന്ന, ന്യായം വിധിക്കുന്ന, നമ്മളെ വീണ്ടും കർത്താവിൻ ഇഷ്ടപ്രകാരം മടങ്ങി വരേണ്ടതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുന്നിരിക്കും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ തീയിലും ഇടും, പിന്നെ സോപ്പ് വെള്ളത്തിൽ വിടും. അത് നമ്മുടെ പ്രകൃതി പോലൊക്കെ ഇരിക്കും. ഈ നമ്മുടെ തുണിയെ എടുത്തിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി തീയിലിട്ടാൽ ശരിയാവത്തില്ല, ആവത്തില്ല. തുണിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി സോപ്പ് വെള്ളത്തിൽ ഇട്ടാൽ മതി. എന്നാൽ ഒരു മെറ്റലിനെ ശുദ്ധീകരിക്കണമെങ്കിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ചാൽ മതിയാവത്തില്ല. അതിനെന്ത് ചെയ്യണം? തീയിലെ ശോധന അഴിച്ച് പറ്റുക. അപ്പോൾ നമ്മുടെ നേച്ചർ അനുസരിച്ചിരിക്കും. കർത്താവിനറിയാം നമ്മുടെ നേച്ചർ. നമുക്ക് എത്ര കൈ കൊള്ളാൻ കഴിയുന്ന കർത്താവിനറിയാം. നമ്മുടെ പ്രകൃതി അവനറിയുന്നു. അപ്പം നമ്മൾ തുണിയാണെങ്കിൽ സോപ്പിലോട്ട് ഇട്ടാൻ കഴിയും. അഥവാ നമ്മൾ മെറ്റലാണെങ്കിൽ സോപ്പ് വെള്ളം പ്രതീക്ഷിക്കേണ്ട, തീയിലായിരിക്കും കർത്താവ് ഇടുന്നത്. അപ്പം ചിലരെ കുറിച്ച് നമ്മൾ പറയല്ലേ, അയ്യോ ആ ബ്രദറിന് നിർത്താതെ അങ്ങ് ശോധനയാണ്. പ്രാർത്ഥിക്കാത്തതുകൊണ്ടൊന്നുമല്ല, അവൻ്റെ പ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് ശോധന കുറവ്. നമ്മുടെ പ്രകൃതി നമ്മളെ ഇടിച്ച് തീയിലോട്ടിട്ട് തന്നെ ചാമ്പലായി പോവും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രകൃതി അനുസരിച്ചാണ് കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നതും ശുദ്ധീകരിച്ചെടുക്കുന്നതും. ശുദ്ധീകരിക്കുന്ന ഒരു പിതാവും കൂടെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഈ പിതാവിനെ കുറിച്ചുള്ള 2 വശം മനസ്സിലാക്കിയവനാണ് സത്യകൃപയിൽ നിൽക്കുന്നത്. സത്യകൃപയിൽ നിൽക്കുന്നവൻ അവൻ്റെ പ്രവാസകാലം എങ്ങനെ കഴിയും? ഭയത്തോടെ. പൊളിറ്റിക്സ് കളിക്കാൻ പോകത്തില്ല,
പൊളിറ്റിക്സ് കളിക്കാൻ പോകത്തില്ല, അടിയുണ്ടാക്കാൻ പോകത്തില്ല. അവൻ കൃപയിൽ നിൽക്കും, അവൻ ഭയത്തോടെ നിൽക്കും, അവൻ പ്രവാസകാലം ഭയത്തോടെ, ഈ ജീവിതം തന്നെ പ്രവാസകാലം പോലെ കാണും. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാം തൻ്റെ മക്കളോടുകൂടെ വാഗ്ദത്ത ദേശത്തിൽ എങ്ങനെ പാർത്തുന്ന? കൂടാരങ്ങളിൽ പാർത്തു. ആഹാ, കൂടാരത്തിൻ്റെ പ്രത്യേകത, കർത്താവ് പറയുക, മോനെ ഇവിടുന്ന് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞാൽ 3 കുറ്റി ഊരി അങ്ങ് പോയാൽ മതി. ഇതാണ് കൂടാരത്തിൻ്റെ പ്രത്യേകത. എന്നാൽ വാഗ്ദത്ത ദേശത്ത് ബിൽഡിംഗ് പണിതില്ല. ബിൽഡിംഗ് പണിതാനുള്ള വിഷയം, കർത്താവ് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. കാരണം അടിസ്ഥാനമുള്ള കാര്യം പണിതു, അടിസ്ഥാനമുള്ള കാര്യം ഓൾറെഡി പണിത് വെച്ചിരിക്കുക. ഈ ലോകത്ത് നമുക്ക് ഒരു സർജണറായി, ഈ ലോകത്ത് നമുക്ക് ഒരു പരദേശിയായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്തിൽ ഒരു കാര്യത്തിലും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കരുത്. ഇവിടെ അല്ലായിരിക്കണം നമ്മുടെ അടിസ്ഥാനം അവിടെ ആയിരിക്കണം. അങ്ങനെ ഒരു ജീവിതം സത്യകൃപയിൽ നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മളെല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ കൃപയിൽ നമുക്ക് വളരാൻ കഴിയൂ. എന്താ കൃപയിൽ വളരുക? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിനെ പോലെയാകുക. ഇന്ന് യേശുക്രിസ്തുവിനെ പോലെ ആകുന്നവരാണ് യേശു വരുമ്പോൾ പൂർണ്ണമായി അവനെ പോലെ ആകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇന്നാകാത്തവനെ അന്നാക്കുന്ന പ്രക്രിയ ഒന്നും കർത്താവ് ചെയ്യുന്നില്ല. ഇന്നാകാത്തവരെ അന്നാക്കുന്ന പ്രക്രിയ അല്ല യേശുവിൻ്റെ വരവിൽ. ഇന്നായിക്കൊണ്ടിരിക്കുന്നവനെ പൂർണ്ണമായി ആക്കുന്ന ഒരു രക്ഷ വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ ഉത്തമബോധ്യത്തോടെ സത്യകൃപയിൽ നിൽക്കാം, സത്യകൃപയിൽ വളരാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.